ജിയാസിയം ഗുഡാർസിയം. പേര് ജെമിനി ബാബു. കോട്ടയത്ത് പുതുപ്പള്ളിയിൽ താമസിക്കുന്നു. സ്റ്റാർ എമറാൾഡ് ബാബു സാറിൻ്റെ വൈഫാണ്. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ ഒരു നല്ല പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ സഹായിച്ചതിന്. കാരണം ദൈവാനുഗ്രഹം ഉള്ളവർക്കാണ് RCMലേക്ക് കടന്നു വരാൻ സാധിക്കുക എന്നാണ് നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ ചെയ്ത പുണ്യം. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാവാം RCMലേക്ക് കടന്നു വരാൻ സാധിച്ചത്. 2008 മുതൽ RCM എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയുണ്ട്. മൂർത്തി സാറാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഫയർ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏക സഫയർ, നമ്മുടെ എല്ലാവരുടെയും മെൻറ്റർ സഫയർ മൂർത്തി സാറാണ് ഞങ്ങളെ RCMലേക്ക് കൊണ്ടുവന്നത്, RCM പരിചയപ്പെടുത്തിയത്. 2007 ബാബു സാർ RCMനെ കേൾക്കുന്നു. ഞാൻ കേട്ടിട്ടില്ല. 2008 ഞാൻ RCMനെ കുറിച്ച് കേൾക്കുന്നത്. 2008 മൂർത്തി സാറിൻ്റെ നിർബന്ധം മൂലം, അല്ലെങ്കിൽ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരു ഐഡിയ എടുത്ത കുടുംബമാണ് ഞങ്ങളുടേത്. 2008 ഒരു ഐഡിയ എടുക്കുന്നു. 2010 RCMനെ സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ബാബു സാർ അതിനെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു. ഞാൻ അപ്പോഴും തയ്യാറായിട്ടില്ല. പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ഇഷ്ടമായിരുന്നു. കാരണം കുഞ്ഞുങ്ങളാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വളർന്നതുകൊണ്ട് നമ്മുടെ കുറേ പ്രോഡക്റ്റുകൾ അവർക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ മെയിൻ ആട്ടയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ RCMൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറായിരുന്നു, ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇതിനെ ഒരു പ്രൊഫഷനായിട്ട് കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം ഇന്ന് നിങ്ങൾ കാണുന്ന RCM അല്ല അന്ന്. കാരണം ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഇന്ന് RCM ഒരുപാട് വളർന്നു. 25 വർഷം കൊണ്ട് 2008 മുതൽ RCMൻ്റെ വളർച്ച കാണാൻ സാധിച്ചു. അതൊരു ഭാഗ്യമാണ്. കാരണം ഒന്നുമല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 100 പ്രോഡക്റ്റൊക്കെ കാണും ഞങ്ങൾ RCMലേക്ക് വരുമ്പോൾ. ആ സമയത്താണ് RCMലേക്ക് കടന്നു വരുന്നത്. അത്യാവശ്യം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് തുടങ്ങി. ഓരോ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങി. ആദ്യം തന്നെ കിട്ടിയത് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ച് എനിക്ക് കൊളസ്ട്രോൾ നോർമൽ ആകുമായിരുന്നു. കൊളസ്ട്രോൾ നോർമലായപ്പം പ്രോഡക്റ്റിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കി ബാബു സാർ അതിനെ കൂടുതൽ പഠിക്കാൻ തയ്യാറായി. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതിനെ ബിസിനസ്സായിട്ട് ഏറ്റെടുക്കാൻ. പക്ഷേ സാറ് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഇതിനെ ജോലിയായിട്ട് തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി. ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു വരുമാന മാർഗം നമുക്ക് വേണം, നമുക്കൊരു തൊഴിൽ വേണം. ആ സമയത്ത് കൂടെ വന്നവരൊക്കെ ഗവൺമെൻറ് ജോബിലും ബാങ്കിലുമൊക്കെ കയറി ഓരോ പൊസിഷനിൽ കയറിയ ആൾക്കാരാണ്. പക്ഷെ ബാബു സാറിന് ബിസിനസ്സിനോടായിരുന്നു താല്പര്യം. ഓൾറെഡി ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്തു, അത് ഫ്ലോപ്പായി. അതിൻ്റെ കടത്തിൽ നിൽക്കുമ്പോഴാണ് RCM ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മൂർത്തി സാറ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാറ് പറയുന്നത് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യണ്ട, പണം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് RCMനെ ബിസിനസ്സായിട്ട് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ബിസിനസ്സായിട്ട് ബാബു സാറ് ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ച് നാളൊക്കെ ഞാൻ പിന്നോട്ട് വലിച്ചു, എന്നെ കൊണ്ടാവുന്ന പോലൊക്കെ. പിന്നെ നമുക്കൊരു തൊഴിൽ വേണമല്ലോ, അതുകൊണ്ട് സാറ് ചെയ്യട്ടെ, ഞാൻ വീട്ടിലിരിക്കാം, കുട്ടികളുടെ കാര്യം നോക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. പക്ഷെ അത് പറ്റില്ല, RCM ബിസിനസ് ഫാമിലി ആയിട്ട് തന്നെ ചെയ്യണമെന്ന് മൂർത്തി സാറ് അഖിലാമ്മയോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. ആ സമയത്തൊക്കെ നമ്മളോട് പറയും എങ്ങനെയാണ് RCM ചെയ്യേണ്ടത്. അവർക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരും. പക്ഷെ നമ്മൾക്ക് അന്ന് കാണിച്ചു തരാൻ ലീഡേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് വരുമാനം കിട്ടുന്ന ആൾക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ വരുമാനങ്ങൾ, മൂർസാറിൻ്റെ ഒന്നും വരുമാനമൊന്നും അറിയില്ല നമുക്ക് എത്രയാണെന്ന്. കാരണം നമുക്കൊന്നും ഒരു വിശ്വാസം വേണ്ടേ. ഇന്നാണെങ്കിൽ നമുക്ക് എന്താണ്, എത്ര ലീഡേഴ്സിനെയാണ് നമുക്ക് കാണിക്കാനുള്ളത് അല്ലേ? അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സംശയമായിരുന്നു, എനിക്ക് സംശയമായിരുന്നു ഇതിലൂടെ എങ്ങനെ നമ്മളൊരു ജീവിതം എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. 2 കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യും എന്ന് എനിക്കൊരു യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാബു സാർ 1-2 മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം സാറിന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാം എന്നൊരു വിശ്വാസം സാറിനുണ്ടായി. അപ്പോൾ എന്നെ നിർബന്ധിച്ച്, മൂർസാറ് പറഞ്ഞ പ്രകാരം നിർബന്ധിച്ച് എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയി. മീറ്റിങ്ങുകൾക്ക് പോയി തുടങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെ RCMലേക്ക് ഞാനും സാറിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് പറ്റുന്നത് പോലെ അവർ വരുന്ന സമയത്തിനനുസരിച്ച് വരാൻ പാകത്തിന് പോകും. പക്ഷെ RCM ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞും പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. കാരണം അന്ന് ഷോപ്പുകളില്ല. ഞങ്ങൾ RCMലേക്ക് കടന്നു വരുമ്പോൾ കോട്ടയം ജില്ലയിൽ 2 ഷോപ്പാണുള്ളത്. ഒന്ന് കോട്ടയം ടൗണിൽ ഒരു ഷോപ്പുണ്ട്,
ചങ്ങനാശ്ശേരിയിൽ ഒരു ഷോപ്പുണ്ട്. ഈ 2 ഷോപ്പാണുള്ളത്. നമ്മളൊരു പ്രോഡക്റ്റ് ഒരാളോട് വാങ്ങാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരെ പോയി വാങ്ങാൻ ആളുകൾ തയ്യാറാവില്ല. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന്, അന്ന് ഞങ്ങൾ റെന്റിന് താമസിക്കുകയാണ്, ആ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12-13 കിലോമീറ്ററോളം കോട്ടയം ടൗണിലെ ഷോപ്പിലേക്ക് പോകണം. അതിലേറെ ദൂരം പോകണം ചങ്ങനാശ്ശേരിയിലേക്ക്. അപ്പം നമ്മൾ കോട്ടയം ടൗണിലെ ഷോപ്പാണ് ആൾക്കാരോട് പറയുക. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ആട്ട വാങ്ങാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകേണ്ട കാര്യമുണ്ടോ? നമ്മുടെ വീടിനടുത്ത് നമുക്ക് ഷോപ്പുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളുണ്ട്, അവിടെ പോയി വാങ്ങിയാൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞാണ് പലരും അന്ന് നമ്മളെ ഒഴിവാക്കിയത്. അപ്പം നമ്മൾക്ക് മുന്നോട്ട് പോകുകയല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്പ്ലേ വാളൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഡിസ്പ്ലേ വാളൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങളൊന്നും വരുമ്പം ഡിസ്പ്ലേ വാളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കാറ് നിറച്ച്, അന്ന് നമ്മൾക്കൊരു മാരുതി 800 കാറാണുള്ളത്, അതിൽ നിറച്ച് പ്രോഡക്റ്റുകൾ നിറച്ച് വെച്ചിട്ടാണ് നമ്മൾ എവിടെ പോയാലും നമ്മുടെ കയ്യിൽ ഈ വണ്ടിക്കകത്ത് ഈ പ്രോഡക്റ്റുകൾ കാണും. അത് ഡിക്കി നിറച്ചുണ്ടാവും, സീറ്റിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും, ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാവും. എത്രത്തോളം സ്റ്റോക്ക് ചെയ്യാവോ അത്രയും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വഴിക്കും പോവുക. കാരണം ചെല്ലുന്നിടത്തൊക്കെ നമുക്കിത് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നെങ്കിൽ അവിടെ ഷോപ്പുകളില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിലേ ഒരു വീട്ടിൽ പോകുമ്പോൾ നമുക്കിത് അവർക്ക് പരിചയപ്പെടുത്താൻ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ വീണ്ടും ബാബു സാറിനെ പിന്നേക്ക് വലിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ ചെല്ലുന്ന വീട്ടിലൊന്നും നമുക്ക് നല്ല സ്വീകരണം ആയിരുന്നില്ല കിട്ടിയിരുന്നത്. പലപ്പോഴും പരിഹാസവും നിന്നയും കളിയാക്കലും ഇറക്കിവിടലും, എന്താ പറയുക, ആ സാഹചര്യമൊക്കെ ഇപ്പം ആലോചിച്ച് കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല. ഇപ്പം ചിന്തിക്കുക അതൊക്കെ എങ്ങനെ കടന്നുപോയി എന്ന്. ആ കാലവും കടന്നുപോയി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചാണ് ആ സമയത്ത് നമ്മൾ RCMലേക്ക് ഓരോ ചൂടും കയറിക്കൊണ്ടിരുന്നത്. നമ്മുടെ കൂടെ അന്ന് സപ്പോർട്ടായിട്ട് മൂർത്തി സാറുണ്ട്. പിന്നെ നമ്മുടെ അപ്ലൈൻ റൂബി ബിൻസാറാണ്, നേരെ അപ്ലൈൻ റൂബി ബിൻസാറാണ്. അന്ന് ബിൻസാർ നാട്ടിലില്ല. അപ്പം മൂർത്തി സാറാണ് നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ RCM പതുക്കെ ചെയ്തു തുടങ്ങി, രണ്ടുപേരും ഒന്നിച്ച്. പിന്നെ എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് എന്താ പറയുക, സങ്കടം, അതായത് ഈ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ അല്ലെ നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പിന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ ബാബുസാറിൻ്റെ ഒരു ഇച്ഛാശക്തി, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ഒരു ലെവലിൽ നിന്നാണ് സാറ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത്, ആരെന്ത് പറഞ്ഞാലും അതൊക്കെ തരണം ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. ആ സമയത്ത് നമ്മൾക്ക് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ദൂരെ പോകണം. അന്നൊക്കെ തൃശ്ശൂർ, കോഴിക്കോട്, ബാംഗ്ലൂർ വരെയാണ് ബാബു സാറ് ആ സമയത്തൊക്കെ മീറ്റിംഗ് അല്ലെ ക്ലാസ്സുകൾ പഠിക്കണമല്ലോ, പഠിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് പോയിട്ടുള്ളത്. അടുത്തുള്ള മീറ്റിങ്ങുകൾക്ക് ഞാൻ പോകും, വീഡിയോയിൽ പരിചയപ്പെടുത്താൻ കൂടെ പോകും. ഹോം മീറ്റിംഗ് എന്നൊന്നും അന്ന് നമുക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും അറിയില്ല. നമ്മൾ RCM പരിചയപ്പെടുത്താൻ പോകുന്നു, ഇതേ നമുക്കറിയത്തുള്ളൂ. പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ പോകുന്നു, അതാണ് അന്നത്തെ ഒരു രീതി. സെയിലിനൊക്കെ പോകാന്ന് പറഞ്ഞാൽ അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. നമ്മൾ എല്ലാ ബന്ധുക്കളും എല്ലാവരും നമ്മളോട് ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് എല്ലാവരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കിത് ചെയ്തേ പറ്റുള്ളായിരുന്നു. നമ്മൾ അതിനായിട്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടു. എങ്കിലും നമ്മൾ വീണ്ടും RCM ഏറ്റെടുത്ത് ചെയ്ത്, അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് ആദ്യമായിട്ട് നമ്മൾക്ക് കോട്ടയത്ത് ഒരു ഷോപ്പ്, ഞങ്ങൾ RCM സീരിയസ് ആയിട്ട് ഏറ്റെടുത്തതിന് ശേഷം കോട്ടയത്ത് അയർക്കുന്ന് എന്ന സ്ഥലത്ത് ഒരു ഷോപ്പ്, ഞങ്ങളുടെ ടീമിലെ ഫസ്റ്റ് ഷോപ്പ് അവിടെയാണ് വരുന്നത്. നല്ലൊരു ഷോപ്പായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്, അത് പേര് ബിബിൻ എന്ന് പറയുന്നൊരു പയ്യനാണ് അത് തുടങ്ങാൻ തയ്യാറായി വന്നത്, അവൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി. അപ്പോൾ നല്ലൊരു ഷോപ്പായിരുന്നു, നിറയെ സാധനങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് 2011 ഒരു ക്രൈസിസ് വരുന്നു. അപ്പോൾ ആ ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട വന്നു, കാരണം പ്രോഡക്റ്റുകൾ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്തു. അത്യാവശ്യം നമുക്ക് ആട്ട, എണ്ണ, അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങളെ, എനിക്ക് തോന്നുന്നു ആട്ട എണ്ണ മാത്രമേ ആ സമയത്ത് വരുന്നുള്ളൂ. അപ്പം ആ സമയത്ത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ 2 പ്രോഡക്റ്റുകൾ വരുന്ന സമയത്ത്, ഈ ക്രൈസിസിന്റെ സമയത്ത് നമ്മളുടെ ഒരു പരിചയക്കാരൻ ഒരു ഷോപ്പ് തുടങ്ങാൻ തയ്യാറായി. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ, അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് കടമുറിയാണ്. അപ്പോൾ അത് പുതുപ്പള്ളി തന്നെ തലപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു ഷോപ്പ് തുടങ്ങി. അദ്ദേഹത്തിന്റെ പേര് ബേബിച്ചിൽ എന്ന് പറയും. അദ്ദേഹം ഈ കട തുടങ്ങാൻ വന്നപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാരമില്ല, ഈ ആട്ട എണ്ണയും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിന്റെ കൂടെ വാടകയൊന്നും കൊടുക്കേണ്ട, സ്വന്തം കടമുറിയാണ്. അങ്ങനെ 2ാമത്തെ ഷോപ്പ് കോട്ടയത്ത് ഞങ്ങളുടെ ടീമിൽ വരുന്നത് അങ്ങനെയാണ്. അത് പക്ഷെ അദ്ദേഹം മുന്നോട്ടേക്ക് അതായത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് 2013 വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിന് കുറച്ച് നാളും കൂടെ കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹത്തിന് വേറെ ബിസിനസ്സിലേക്ക് തിരക്കായപ്പോൾ അത് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ 3ാമത് വരുന്നതാണ്
ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കൈപ്പുഴ ജോസാർ, ഇന്ന് നമുക്കറിയാം ജോസാർ നമ്മുടെ കൂടെ ഇല്ല. കഴിഞ്ഞ ജൂൺ 29 ജോസാർ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയി. അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിലൂടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിച്ചതും അദ്ദേഹം ഒരു ഷോപ്പ് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം കടമുറിയിൽ സ്റ്റാർട്ട് ചെയ്തു. ആ ഷോപ്പാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഷോപ്പിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ പിന്നെ നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്തു വരികയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ പേരെ RCMലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നമ്മൾക്ക് ചെല്ലുന്നിടത്തെല്ലാം പ്രോബ്ലം. അപ്പം ഈ വണ്ടിയിൽ സാധനങ്ങൾ ഇട്ട് പോകുമ്പം എന്താ പറയുക, സാറ് കല്യാണത്തിന് പോയാലും മാമോദിസായ്ക്ക് പോയാലും മരണ വീട്ടിൽ പോയാലും ഈ പ്രോഡക്റ്റുകൾ അവിടെ കാണിക്കും. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര എനിക്കൊരു നാണക്കേട് പോലെ തന്നെ തോന്നിയത്. കാരണം നമ്മൾ ഒരു ഫംഗ്ഷന് പോകുന്നിടത്ത് ഈ വണ്ടിയുടെ ഡിക്കി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ആൾക്കാരെ സാധനങ്ങൾ കാണിക്കും. അത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമെന്ന് പറഞ്ഞാൽ അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, വീട് തോറും എത്ര വേണമെങ്കിലും വരാം, അവരുടെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കാം, പക്ഷെ ഈ ഒരു പരിപാടി വേണ്ട. പള്ളിയുടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ സാധനങ്ങൾ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത് വേണ്ട. അത് കാരണം നമ്മൾ വണ്ടിയുടെ ഡിക്കി പൊക്കി വെച്ച് ഇങ്ങനെ സാധനങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർ എന്തായാലും ചുറ്റും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് എനിക്ക് ഭയങ്കര ഒരു എതിർപ്പായിരുന്നു. പക്ഷെ അതും ബാബു സാർ അപ്പോൾ ചോദിച്ചൊരു കാര്യമുണ്ട്, ആൾക്കാരെ ഇത് പരിചയപ്പെടുത്താൻ വേറൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യുകയാണ് എന്ന് സാറ് പറയുമായിരുന്നു. ഞാനത് കുറച്ചൊക്കെ എതിർത്ത് നോക്കി. പക്ഷെ ഒരിക്കൽ സാറിൻ്റെ ബ്രദർ തന്നെ പറഞ്ഞു, മൂത്ത ബ്രദർ തന്നെ പറഞ്ഞു, ഈ പള്ളിയുടെ അല്ലെങ്കിൽ മരണ വീട്ടിലൊക്കെ അല്ലെങ്കിൽ ശവോടക്കിനൊക്കെ വരുമ്പോൾ ഇത് ചെയ്യാതിരുന്നു കൂടെ എന്ന്. കാരണം അവരൊക്കെ ഉണ്ടാവും അവിടെ, അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പക്ഷേ സാറതൊന്നും വകവച്ചില്ല. സാറ് അങ്ങനെ തന്നെ പോയി. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾക്ക് എങ്ങനെയും RCMലെത്തണം. ബാബു സാറിനെ സംബന്ധിച്ച് ആ സാറിൻ്റെ അന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു 25,000 രൂപ സാറിന് മാസ വരുമാനം വേണം. അതിന് കാരണമുണ്ട്, കോട്ടയത്ത് അന്ന് ഷോപ്പ് നടത്തുന്ന അവിടെ ഇരിക്കുന്ന സാറ് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ്. സാറിനോട് ചോദിച്ചപ്പം സാറിൻ്റെ പിന്നെ ഞാൻ ഓർക്കണില്ല, അദ്ദേഹത്തിന് 25,000 രൂപ മാസം വരുമാനം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, സത്യമാണ്, എനിക്ക് മാസം 25,000 രൂപ വരുമാനം RCMൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു ആഗ്രഹം, ഒരു 25,000 രൂപ വരുമാനം നമ്മൾക്ക് കിട്ടിയാലേ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകും. അന്നത്തെ കാലത്ത് 2010 ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ഒരു 25,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നീടുള്ള പ്രവർത്തനമൊക്കെ നടന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് കയറി. നമുക്കറിയാം, നമ്മൾ RCM ചെയ്യാൻ വരുമ്പം അത് അന്നായാലും ഇന്നായാലും നമുക്ക് പ്രതിസന്ധികൾ ഏറെയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചത് തുടക്കം ആയതുകൊണ്ടാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ലൊരു ലെവലിലേക്കൊക്കെ എത്തിക്കഴിയുമ്പം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓരോ സ്റ്റെപ്പുകൾ കയറുന്നതോടും പുതിയ പ്രശ്നങ്ങൾ വരും. അന്നത്തെ പ്രശ്നമല്ല ഇന്നത്തെ പ്രശ്നം. അങ്ങനെ നമ്മുടെ ടീം വളർന്ന് വലിയൊരു ടീമിൻ്റെ ഉടമയായി മാറി. അപ്പം നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തേ ഉള്ളൂ. കാരണം നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ ചേർന്ന് നിൽക്കുമ്പം നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഏകദേശം ഒരു 60,000 പേര് ബാബു സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 10,000 പേരേ ഉള്ളൂ അതിൽ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാർ. അതിലും എനിക്ക് തോന്നുന്നു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അത്രയും ഇല്ല. അപ്പോൾ അത്രയും പേരെ നമ്മുടെ കൂടെ ആക്റ്റീവ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാർ എമറാൾഡ് എന്ന പിന്നിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മൾ ഇഷ്ടം പോലെ ജോയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ആക്റ്റീവാണോ, എല്ലാവരും പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അന്നത്തെ കാലത്തെ പ്രതിസന്ധികൾ ഞാൻ കുറച്ച് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇന്നും RCMലേക്ക് വരുന്നവർ പരാതി പറയും. അപ്പോൾ നിങ്ങൾ പഴയ കാലം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഗോകുമാർ സാറ്, മൂർത്തി സാറ്, അതുപോലെ നമ്മുടെ സുരി സാറ്, ഇവരൊക്കെ എത്രത്തോളം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടായിരിക്കും ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഓരോ 3 കിലോമീറ്ററും ഷോപ്പുകളാണ്. 100 പ്രോഡക്റ്റ് ഉള്ളപ്പം വന്ന ഞങ്ങൾ ഇന്ന് നമ്മൾക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ട്? 5,000 എന്ന് പറയുന്നു, 10,000 എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും പ്രോഡക്റ്റുകൾ ഇന്ന് നമ്മൾക്കുണ്ട്. നമ്മൾക്ക് വേണ്ട, ഒരു വീട്ടിലേക്ക് വേണ്ട, അല്ലെ ഒരു കുടുംബത്തിന് വേണ്ട ഒരു 90% പ്രോഡക്റ്റുകൾ നമ്മൾക്ക് വന്നു കഴിഞ്ഞു. ഇനിയും വരുമെന്നാണ്, അല്ലേ, നമ്മൾക്ക് വേണ്ട മുഴുവൻ പ്രോഡക്റ്റുകളും തരുമെന്നാണ് TCG പറഞ്ഞിരിക്കുന്നത്. അപ്പം TCG നമുക്ക് എന്താ പറയുക, ഈ ഒരു പ്രസ്ഥാനം നമുക്ക് തന്ന TCG ഓർക്കുകയാണ് ഈ സമയത്ത്. ഇത്രയും നല്ലൊരു പ്രസ്ഥാനം എന്നെ സംബന്ധിച്ച്
ബാബു സാർ ആദ്യമായിട്ട് ബിൽവാരെ പോയി വന്ന് TCGയുടെ ഒരു സ്പീച്ച് കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. സാർ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്റ്റേജിൽ ക്ലാസ് എടുത്തപ്പം, ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിച്ചു കൊള്ളുക, നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. ഞാൻ പറഞ്ഞു, വെറുതെ പറയരുത്, കാരണം എനിക്ക് വിശ്വാസമില്ല. ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ഇരുന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുകയാണ്. ഒരു തരത്തിലും അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറായില്ല. കാരണം ഞാൻ പറഞ്ഞ വഴിയെ നമുക്ക് കാണാം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളോട് ആരും അന്ന് വരെ പറയാത്ത ഒരു കാര്യം, നമുക്ക് ഒരു പരിചയമില്ലാത്തവരല്ലേ. ബാബു സാർ അന്ന് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയാണ്, ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു വ്യക്തി പറയാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന്. അതൊരിക്കലും വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ പിന്നീട് TCG പല പ്രാവശ്യം കാണുകയും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും ചെയ്തപ്പം അദ്ദേഹം എങ്ങനെയുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു മനുഷ്യനാകാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അത് അതേപോലെ പാലിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ നമ്മൾക്ക് മാർഗം കാണിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ തന്നെ നമ്മളും മുന്നോട്ടേക്ക് പോകും. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ആവണം RCMലേക്ക് വരുമ്പോൾ. അപ്പൊ ആ ഒരു കാര്യം TCG പാലിച്ചിട്ടുണ്ട്. ഇന്ന് ചാറമറാടാണ് 1.25 ലക്ഷം രൂപ മാസവരുമാനം കിട്ടുന്ന പിന്നാണ് ചാറമറാടിൻ്റെത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും 2013 മുതൽ വീണ്ടും RCM റീസ്റ്റാർട്ട് ചെയ്തു. 2013 മുതൽ അതുവരെ വന്ന വരുമാനം നിലച്ചിരുന്നു. 2013 വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ആ 2013 ജോസാറിന്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടുന്ന് പിന്നെ നമ്മൾ നമ്മുടെ ഓരോ സ്റ്റെപ്പുകൾ കയറുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും RCMലൂടെ കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡായി വന്നപ്പോൾ ഉള്ള പെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയാണ്. അപ്പം നമുക്കറിയാം, ഈ മാസം നമ്മൾക്ക് അഖില മാഡം ലേഡി ടെക്നിക്കൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം പഴയ കാലത്ത് ഞാനൊക്കെ RCMലേക്ക് വരുന്ന സമയത്ത് ഞാൻ സ്ത്രീകളെ ഒന്നും അവിടെ ജോലി അല്ലെങ്കിൽ RCMനെ പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഒരു ജോലിയായിട്ട് ഏറ്റെടുത്ത് വരുന്ന അല്ലെ ബിസിനസ്സായിട്ട് ചെയ്യാൻ വരുന്ന സ്ത്രീകളൊന്നും അന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. അന്ന് മീറ്റിങ്ങിന് പോയ അവിടെ മുഴുവൻ പുരുഷന്മാരായിരുന്നു. ഉള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ സീനിയർ ലീഡേഴ്സിന്റെ, ഇന്നിപ്പം പറയുന്ന സീനിയർ ലീഡേഴ്സിന്റെ ഭാര്യമാര് അവരുടെ കൂടെ കാണും. അല്ലാതെ ഒരു ബിസിനസ് ചെയ്യാനായിട്ടൊന്നും അന്ന് വന്ന സ്ത്രീകളെ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മീറ്റിങ്ങിലൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഞാനും ഇവിടുന്ന് സാറിന്റെ കൂടെ തൃശ്ശൂർ ആ സൈഡൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെയാണെങ്കിലും കോട്ടയത്തൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പതുക്കെയാണ് സ്ത്രീകളെ ഇതിലേക്ക് വന്നു തുടങ്ങിയത്. പക്ഷെ ഇന്ന് നമ്മളൊരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് സ്ത്രീകളാണ്. അതേറെ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം RCMനെ അത്രയും സ്ത്രീകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് തന്നെ നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് അത് കാണുമ്പോൾ തന്നെ എൻ്റെ ടീമിൽ ഇഷ്ടം പോലെ ലേഡി ലീഡേഴ്സ് ഉണ്ട്, വരുമാനം വാങ്ങിക്കുന്ന ഇഷ്ടം പോലെ ലേഡി ലീഡേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾക്ക് കൂടുതൽ ടെക്നിക്കൽ അച്ചീവർ ആയാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്ക് ആ ഒരു ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട്ടമ്മ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് ടെക്നിക്കൽ അച്ചീവർ ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം. നമുക്കറിയാം, പലതരത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പല സാഹചര്യങ്ങൾ കാരണം പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പോലും വീട്ടിലിരുന്ന് എന്താ പറയാ, ഒരു വരുമാനം എന്നാൽ വരുമാനം വേണമെന്ന് ആഗ്രഹമുള്ളവരാണ് എല്ലാ സ്ത്രീകളും. ഞാൻ എവിടെ മീറ്റിങ്ങിന് പോയാലും സ്ത്രീകളോട്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ചോദിക്കും, ജോലി ഇല്ലാതെ വീട്ടമ്മമാരായിട്ട് വന്ന് അവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ട്? എല്ലാവർക്കും വേണം. മിനിമം ഒരു 500 രൂപയെങ്കിലും മാസം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ആൾക്കാരും. അതുപോലും 500 രൂപ പോലും ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് RCM എന്ന ഈ പ്രസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട്, എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് RCM ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുക. കാരണം നമ്മുടെ ഈ പ്രോഡക്റ്റുകളിൽ മാക്സിമം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സ്ത്രീകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതും നമുക്ക് തന്നെയാണ്. നമ്മൾ ഉപയോഗിച്ച് ഇതിന്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് മറ്റുള്ളവരെ, നമ്മുടെ പരിചയക്കാരോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീട്ടിലുള്ള സ്ത്രീകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ RCMലേക്ക് കടന്നു വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് RCM ചെയ്യാൻ നമ്മൾ തുടങ്ങുമ്പോൾ മൈൻഡ് നല്ല സ്ട്രോങ് ആയിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പുലിവാലികളും അങ്ങനെ എന്താ പറയാ, അതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഹെലികോപ്റ്റർ പിടിച്ചു വരുമെന്ന് ബാബു സാർ പറയാം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളറിയില്ല എന്തൊക്കെയാ വരണമെന്ന്. അത്രയ്ക്കും പ്രശ്നങ്ങൾ വരും നമ്മൾ RCM ചെയ്യാനായിട്ട് തയ്യാറായി വരുമ്പോൾ. അപ്പൊ ആ സമയത്ത് നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കിയില്ലെങ്കിൽ പലപ്പോഴും പലരും ഇട്ടിട്ട് പോകും. അത് RCMൽ വന്ന കാലം വരെ ഞാൻ കാണുന്നതാണ്. ആ സമയത്ത് പുരുഷന്മാർ പോലും RCM വിട്ടുപോയി ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെ വരുന്ന ആ സമയത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ താങ്ങാൻ എല്ലാവരെ കൊണ്ടും പറ്റാതെ അന്നത്തെ കാലത്ത്. ഇന്ന് പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ
അത്രയും സ്ട്രോങ് അല്ല, എന്നാലും പ്രശ്നങ്ങളും വരും. അപ്പം നമ്മൾ മൈൻഡ് നല്ല സ്ട്രോങ് ആക്കി മറ്റുള്ളവർ പറയുന്നത് ഒന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ മൈൻഡിനെ നമ്മൾ സ്ട്രോങ് ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് RCMലൂടെ വിജയിക്കാനും മുന്നോട്ടേക്ക് പോകാനും പറ്റുള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം. അറിവ് നല്ലോണം RCMലൂടെ നേടിയെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് RCMലൂടെ വിജയിക്കാനും മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, ഈ ആട്ടയും മുളകും മല്ലിയും മഞ്ഞളും വിൽക്കുന്നതിന് എന്തിനാണ് പഠിക്കുന്നത്? പക്ഷേ ഞങ്ങളൊക്കെ RCMലേക്ക് കടന്നു വരുമ്പം ഈ ആട്ടയും മുളകും മല്ലിയും മഞ്ഞളും ആയിരുന്നു RCM. അന്ന് ഞാൻ വിചാരിച്ചത് ഇത് വിറ്റിട്ട് അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് എങ്ങനെ വലിയൊരു പൊസിഷനിൽ എത്താൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് RCM എന്ന് പറഞ്ഞാൽ ആട്ടയും മുളകും മല്ലിയും മഞ്ഞളും ഒന്നുമല്ല. RCMനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലേ? ഒരു വലിയൊരു സാധ്യത ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ ലീഡറാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന മൂർത്തി സാറിന്റെ വരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ സഫയറിന്റെ വരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്ലാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയാതെ തന്നെ നമ്മൾ RCMലേക്ക് കടന്നു വരുന്ന പുതിയതായിട്ട് വരുന്നവരോട് പോലും നമ്മൾ സഫയറിന്റെ വരുമാനം മുതൽ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ അത്രയും വരുമാനം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും ഉണ്ട്. ഇവിടെ എഡ്യൂക്കേഷന് യാതൊരു ചോദ്യം ഇവിടെ വരുന്നില്ല, അല്ലേ? നമുക്കറിയാം, പഠിത്തത്തെക്കുറിച്ച് ആരും ചോദിക്കുന്നില്ല. ഇനി ഹൈ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കും ഒരു പ്രശ്നമില്ല. അത് നമുക്ക് ഏറ്റവും തെളിവായിട്ട് ഇവിടെ നമ്മുടെ ഡോക്ടർ ഹരി ഉണ്ട്, അല്ലേ? നമ്മുടെ മൂർത്തി സാറിന്റെ മകൻ ഡോക്ടർ ഹരി ആണെങ്കിൽ പോലും MBBS കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്നത് RCM ബിസിനസ് തന്നെയാണ് പേരൻസിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഈ കേരളത്തിൽ തന്നെ, ഈ ഒരു കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം നന്നായിട്ട് നമ്മൾ അറിവ് ശേഖരിക്കുക. പിന്നെ നമ്മൾക്ക് RCMൽ നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ നമുക്കൊരു ഡ്രീം ഉണ്ടാവണം. ആ ഡ്രീമിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ഡ്രീമിനെ നേടാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഡ്രീം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടീം വർക്ക് വേണം. അപ്പം നമുക്കൊരു ടീമിനെ നമുക്ക് നേടിയേ പറ്റുള്ളൂ. തുടക്കകാലത്തൊക്കെ ഞങ്ങളൊക്കെ വരുമ്പം 100-200 പേരോട് പറഞ്ഞാലേ നമുക്ക് ഒരാളെ ജോയിനിങ്ങിനായിട്ട് കിട്ടത്തുള്ളായിരുന്നു. ഇന്ന് നമുക്ക് 10-ൽ 1, അല്ലേ? 10 പേരോട് പറഞ്ഞാൽ എനിക്കൊന്ന് 10-ൽ 1 മാറി 10 പേരോട് പറഞ്ഞ ഒരു 5 പേരൊക്കെ ജോയിനിങ് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോൾ അതിലൊക്കെ മേലെ പോകും. 10-ൽ 10 പേരും RCMൽ ജോയിനിങ് ചെയ്യാനും പ്രോഡക്റ്റ് വാങ്ങാനും അതിൽ ബിസിനസ് ചെയ്യാൻ പകുതിയോളം ആൾക്കാർ വരുന്ന ഒരു തരത്തിലേക്കൊക്കെ എത്തും. അപ്പം ആ ഒരു ടീം വർക്ക് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ മുന്നോട്ടേക്ക് പോകാനും നമ്മളെ ആ ഡ്രീമിനെ നമുക്ക് സാധ്യമാക്കി എടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പം പിന്നെ നമുക്ക് ഒരു ഇമോഷണൽ ഗോൾ വേണം. ആ ഡ്രീമിനെ നമ്മൾ ഗോളാക്കി മാറ്റണം. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പം പലരും പറയാറുണ്ട്, ഇപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനും വർഷങ്ങളോളം വാടക വീട്ടിൽ താമസിച്ച ഒരാളാണ്. അന്നത്തെ ഒരു ആഗ്രഹം ചെറിയതാണെങ്കിലും സ്വന്തമായിട്ടൊരു വീട്, ആരും നമ്മളെ ഇറക്കി വിടാത്ത രീതിയിൽ നമ്മുടെ സ്വന്തം എന്ന് പറയുന്നൊരു വീട്, അതൊരു ഇമോഷണൽ, അല്ലേ? ഒരു ഇമോഷണൽ ഗോളാണ് നമുക്ക്. അപ്പോൾ ഒരു വീട്, അല്ലെങ്കിൽ ഒരു കാറ്, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം, ഇങ്ങനെ നമ്മുടേതായ കുറച്ച് സ്വകാര്യ സ്വപ്നങ്ങൾ, അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പം അങ്ങനത്തെ ഗോളാണ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ആ ഡ്രീമിനെ നമ്മൾ ഗോളാക്കി മാറ്റണം. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോയാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ജിഷ മേഡം തുടക്കത്തിൽ പറഞ്ഞു, എവിടെ മീറ്റിങ്ങിന് പോയാലും, എവിടെ RCMന്റെ വർക്കിന് പോയാലും ഞാനിങ്ങനെ ബാബുസാറിൻ്റെ കൂടെ പോകും. കാരണം തുടക്ക സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായില്ല. പക്ഷെ മനസ്സിലായതിനു ശേഷം എന്നും ഒരു ദിവസം പോലും വീട്ടിലിരിക്കില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ഈ ഡ്രീംസ് ഓരോന്ന് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ RCMനെ പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ പിന്നാലെ പോകണം. അപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ നമ്മളത് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകണം. അതിൻ്റെ പിന്നാലെ നമ്മൾ പോയില്ലെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ജോയിനിങ് എടുത്തു, നമ്മൾ വീട്ടിൽ തന്നെ അടച്ചിരുന്നാൽ നമുക്ക് ആ സ്വപ്നം നേടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണം. പിന്നെ RCMൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ ഇത് നമുക്ക് കാണുമ്പോൾ ഇപ്പം എന്താ പറയുക, ഒരു ബാബുസാറിൻ്റെ ഭാഷയിൽ പറയുന്നതാണ്, പഞ്ഞി നിറച്ച ഒരു ചാക്ക് പോലെ, വലിയൊരു ചാക്കിനകത്ത് പഞ്ഞി നിറച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കാം, അതിനകത്ത് എന്തോ വലിയ സാധനം നിറച്ചിങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് തോന്നും. പക്ഷെ അത് തുറന്ന് നമ്മളതൊന്ന് ഇങ്ങനെ ആ ചാക്കിനകത്തുള്ള മുഴുവൻ പഞ്ഞി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും, അല്ലേ? അതൊന്ന് എടുത്ത് നമ്മളിങ്ങനെ ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മൊത്തമായിട്ട് അത് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് RCM. RCMൽ നമ്മൾ
തുടക്കത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ പഞ്ഞിച്ചാക്ക് പോലെയാണ്. തുടക്കത്തിൽ നമുക്ക് തോന്നും വലിയ ബുദ്ധിമുട്ടുകളാണ്, പക്ഷെ ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് അത് ഏറ്റവും ചെറിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അത്ര നന്നായിട്ട് RCMനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്ന് ഞാൻ പഴയ കാലമല്ല പറയുന്നത്, ഇന്നത്തെ കാലമാണ്. ഇന്നൊരു സ്ത്രീ കടന്നു വന്നാലും ഒരു പുരുഷൻ കടന്നു വന്നാലും RCMന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് RCMനോടൊരു വിജയം നേടാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ ജോയിനിങ് RCMലേക്ക് കൊണ്ടുവരണം. ഞാൻ ആദ്യം പറഞ്ഞു, പണ്ട് 100-200 പേരോട് പറയുമ്പോഴാണ് നമുക്ക് ഒരു ജോയിനിങ് കിട്ടുക. ഇന്ന് വേണമെങ്കിൽ 10 പേരെ നമുക്ക് ജോയിൻ ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. നമുക്ക് വണ്ടർ വേൾഡുകളുണ്ട്, നമ്മുടെ ഡിപ്പോകൾ കൊണ്ട് കാണിക്കാം, നമ്മുടെ ലീഡേഴ്സിനെ കാണിക്കാനുണ്ട്, അവരെ കൺവിൻസ് ചെയ്യിക്കാൻ. ഇപ്പം നമുക്ക് ULP പോലെ കമ്പനിയുടെ നേരിട്ട് നടന്ന പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന്. അതുകൊണ്ടാണ് 10 പേരെ നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്നത്. അപ്പം ജോയിനിങ് എത്ര ജോയിൻ ചെയ്യിക്കാമോ അത്രയും. നമ്മൾ ഒരാളെ പോലും വെറുതെ വിടല്ലേ. നമ്മൾ ആരെ കണ്ടാലും RCM പറയുക, അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി ജോയിനിങ് എടുപ്പിക്കുക. അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു സങ്കടം വരുന്നത്, നമ്മുടെ ബന്ധുക്കൾ പോലും ചിലപ്പോൾ മറ്റുള്ള ടീമിൽ, നമ്മളെ ബന്ധുക്കൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ള ഇതിൽ നമ്മൾ പറയാതിരിക്കും. പക്ഷെ അവർ മറ്റുള്ള ടീമിൽ അല്ലെങ്കിൽ നമുക്ക്, അപ്പോൾ അതൊരു നമുക്ക് വിഷമമാവും. അവർ വേറൊരു ടീമിൽ ചേർന്ന് കഴിയുമ്പോൾ, നമ്മുടേതല്ലാത്ത ഒരു ടീമിൽ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ട്. അപ്പം മാക്സിമം ജോയിനിങ് എടുക്കുക. പിന്നെ അവരെ കൊണ്ട് റീപർച്ചേസ് ചെയ്യുക. ജോയിനിങ് ചെയ്തിട്ട് നമ്മൾ വെറുതെ വിടരുത്. അപ്പം ആ ജോയിനിങ് ചെയ്തു, അവർക്ക് വേണ്ട 2000 രൂപയുടെ പ്രോഡക്റ്റ് അവർ വാങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെ വിളിക്കണം എല്ലാ മാസവും. ഇപ്പം നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യിക്കാം, അതുപോലെ ഫ്രീ പ്രോഡക്റ്റിന് വേണ്ട പർച്ചേസ് ചെയ്യിക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി പർച്ചേസ് ഇതൊക്കെ നമ്മളെ വിളിച്ച് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ചിലപ്പോൾ അവരത് വിട്ടുപോകും, അവർക്ക് ശീലമില്ലാത്ത കാര്യമാണെങ്കിൽ വിട്ടുപോകും. അപ്പം നമ്മളത് അവരെ വിളിച്ച് റീപർച്ചേസ് ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കണം. അതുപോലെ റിട്ടൻഷൻ നിലനിർത്തണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം നമ്മൾ അവരെ ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കും ഷോപ്പ് കാണിച്ചു കൊടുത്തു, പ്രോഡക്റ്റ് വാങ്ങിപ്പിച്ചു, പ്രോഡക്റ്റ് ജോയിനിങ് കൊടുത്തു, അവർക്ക് ID കാർഡായി, ഇനി ഡിസ്കൗണ്ട് കിട്ടിക്കോളും, അവരല്ലെങ്കിൽ ഷോപ്പിൽ പോയി മേടിച്ചോളും എന്ന് നമ്മൾ വിചാരിച്ച് ഇരിക്കരുത്. നമ്മൾ അതിലെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടാവണം. നമ്മുടെ ജോലി എന്താ? RCM ബിസിനസ്. നമ്മൾ RCM ബിസിനസ് ആണ് ചെയ്യുന്നത്, നമ്മുടെ ജോലി അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാമോ നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടുവന്നവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അവരെ നിലനിർത്തണം. പിന്നെ റീആക്ടിവേഷൻ. അപ്പം വീണ്ടും നമ്മുടെ കൂടെ നിന്ന് കുറേ പേര് ഇതുപോലെ ഇത് പോയിട്ടുണ്ടാവും. അവർ ID എടുത്തു, പിന്നീട് അവർ പ്രോഡക്റ്റുകൾ വാങ്ങാതെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ആ ID ക്യാൻസലായി പോയിട്ടുണ്ടാവും. അപ്പം നമ്മളത് റീആക്ടിവേഷൻ ചെയ്യണം. അത് നമ്മൾ വിളിച്ച് നമ്മൾ കോണ്ടാക്ട്സിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 60,000 പേരോളം ബാബുസാറിൻ്റെ ടീമിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ജോയിനിങ് ഉണ്ട്. അതിൽ 10,000 പേരാണ് പ്രോഡക്റ്റുകൾ വാങ്ങുന്നത്. ബിസിനസ് ചെയ്യുന്നത് അതിലും കുറവായിരിക്കും. അപ്പം ഈ ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ ഒരു റീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര ആൾക്കാർ നമ്മുടെ ടീമിൽ വീണ്ടും വരും. അപ്പോൾ അതിനൊക്കെയുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്, കാരണം കമ്പനി അത്രത്തോളം വളർന്നു. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം വിശ്വാസം എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട്, ഈ പ്രോഡക്റ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് മുളക് പൊടിക്കുന്നത്, ആട്ട പൊടിക്കുന്നത്, ഇത് എങ്ങനെയാണ് വിശ്വസിക്കുക? ഈ അടുത്തിടെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചത്, എങ്ങനെയാണ് ഇത് വിശ്വസിക്കുക? നമുക്കിവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മില്ലാണെങ്കിൽ നമുക്ക് പോയി കാണാം, ആ മില്ലിൽ നമ്മൾ മുളകും മല്ലിയും ഗോതമ്പും ഒക്കെ കൊണ്ടുവന്ന പൊടിച്ചു തരും നമ്മുടെ കൺമുൻപിൽ വെച്ചാണ്. ഇത് ഈ രാജസ്ഥാനിൽ കിടക്കുന്ന കമ്പനിയുടെ പ്രൊഡക്ഷനൊക്കെ നിങ്ങൾ എങ്ങനെ ഇത്ര വിശ്വസിച്ച് പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ എത്രയോ തവണ അവിടെ പോയി കണ്ടിരിക്കുന്നു, അവിടെ പോയി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കണ്ട്, ഞാൻ പറയുന്നത് RCMൽ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്ന ആൾക്കാരെ ഒറ്റ തവണയെങ്കിലും കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി അവരെ കാണിച്ചിരിക്കണം. അപ്പോൾ അവർക്ക് നമ്മളെ ഇത്രത്തോളം പറഞ്ഞവർക്ക് വിശ്വാസം വന്നില്ലെങ്കിലും അവർ വിശ്വസിക്കും. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് RCMൽ വർഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് 101% വിശ്വാസമാണ്. അപ്പോൾ നമുക്ക് വിശ്വാസം വേണ്ട എന്തിലൊക്കെയാണ്? പ്രോഡക്റ്റിൽ വിശ്വാസം വേണം, കമ്പനിയിൽ വിശ്വാസം വേണം, സിസ്റ്റത്തിൽ വിശ്വാസം വേണം, അതിനൊക്കെ അപ്പുറം നമ്മുടെ ലീഡേഴ്സിൽ വിശ്വാസം വേണം. കമ്പനി കാണണമെന്ന് പറയുന്ന കാര്യത്തിൽ എന്താ പറയുക, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാരുമായിട്ട് പോയി കമ്പനി അവരെ കാണിക്കാനായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പ്രവർത്തനമാണ്. ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് യൂസും
100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആർസിമിൻ്റെ ആണ്. അപ്പോൾ ഇഷ്ടം പോലെ ലേഡീസിനെ സംബന്ധിച്ച് ഞാനൊക്കെ ആർസിമിൽ വരുന്ന സമയത്ത് വാവസാറൊക്കെ സ്റ്റേജിൽ കയറുന്നിട്ട് മൂർസാറൊക്കെ പറയും എൻ്റെ പാൻറ്, എൻ്റെ ഷർട്ട്, എൻ്റെ ടൈ, എൻ്റെ കോട്ട്, എൻ്റെ ഷൂസ്, ഹാങ്കി, അണ്ടർ ഗാർമെൻറ്റ്സ്, ബാഗ് എല്ലാം ആർസിമിൻ്റെ ആണെന്ന് പറയുമ്പോഴത്തേനും അന്നൊക്കെ ഞാൻ വിചാരിക്കും ഞങ്ങൾ ഇനി എന്നാ ഇങ്ങനെ പറയുക, അല്ല ലേഡീസൊക്കെ എങ്ങനെ ഇങ്ങനെ പറയുക, അന്ന് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല അന്തസ്സായിട്ട് സ്റ്റേജിൽ നിന്ന് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ. നമ്മുടെ ഡ്രസ്സ്, ബാഗ് എല്ലാം ആർസിഎമ്മിൻ്റെ ആണെന്ന് കീസോളിലൂടെ നമുക്ക് ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ അല്ലാതെ അത് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ട പ്രോഡക്റ്റുകൾ അതുവരെ നമുക്ക് കമ്പനി തന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് നല്ല എന്താ പറയുക നല്ല സൂപ്പറായിട്ട് സ്റ്റേജിൽ നമുക്കും പറയാൻ പറ്റുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആർസിഎമ്മിൻ്റെയാണ്. അപ്പം പ്രോഡക്റ്റ് യൂസ് 100% നമ്മൾ ചെയ്യുക, പിന്നെ നമ്മൾ കൊണ്ടുവന്നവരെ യൂസ് ചെയ്യിപ്പിക്കുക. പിന്നെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, നമ്മൾ തന്നെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാൾ ആർസിഎമ്മിലേക്ക് വന്നു ജോയിൻ ചെയ്തു, അവർ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അവർക്ക് ആരോഗ്യം കിട്ടുന്നു. പിന്നെ അടുത്ത പടി എന്ന് പറഞ്ഞാൽ വരുമാനം. പ്രോഡക്റ്റ് നമ്മൾ 100% യൂസ് ചെയ്താൽ നമുക്ക് ആരോഗ്യം കിട്ടിക്കൊള്ളും. അത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. മാക്സിമം ആൾക്കാരും പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിലൂടെയാണ് ആർസിഎമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ വന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ നമ്മുടെ കൂടെ വന്നവരെ കൊണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഹോം മീറ്റിംഗ് മസ്റ്റാണ്. ജോയിൻ ചെയ്ത ഒരാളുടെ വീട്ടിൽ ആ ആഴ്ച തന്നെ ഒരാഴ്ച കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഹോം മീറ്റിംഗ് നടത്തിയിരിക്കണം. അപ്പോൾ ആർസിഎം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടും, വരുമാനം കിട്ടും. പിന്നെ വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുന്ന പോലെ സമ്പത്തെന്ന് തന്നെ നമുക്ക് പറയില്ലേ, ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ വളർച്ച. അല്ലാതെ ആർസിഎമ്മിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് കടന്നു വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പം സ്ത്രീകൾ വരുമ്പോൾ അവരുടെ വീട്ടിൽ ആരും ആർസിഎമ്മിനെ ഏറ്റെടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതിലൊക്കെ നമുക്ക് കടന്നു പോയി വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരും. ലീഡേഴ്സ് പറയുന്നത് പോലെ തന്നെ അവർ പറയുന്നത് കേട്ട് ചെയ്യണം. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തണം. അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാൻ ബാബുസാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യനും ഒരു ബേസിക് സ്വഭാവമുണ്ട്. ആ ബേസിക് സ്വഭാവം മാറ്റാൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മാറ്റാൻ നമ്മൾ വിചാരിച്ചത് നടക്കത്തില്ല. അപ്പം ഈ മീറ്റിങ്ങുകൾ കേട്ട് ഇപ്പം നമുക്ക് TCG എന്താ പറഞ്ഞുതരിക, TCG പറഞ്ഞു തരുന്ന ഒരു നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പലതവണ കേട്ട് അവർ തന്നെ സ്വയം മാറിയാൽ മാത്രമേ ഒരാൾക്ക് മാറാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ സീനിയർ ലീഡേഴ്സൊക്കെ അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്നിടത്തൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അവരുടെ ക്ലാസ്സുകളൊക്കെ. ആർസിഎം വന്നതിന് ശേഷം അവരെങ്ങനെ മാറി, എന്തൊക്കെ അവർ ഉപേക്ഷിച്ചു, ഇപ്പോൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ TCG ഒരൊറ്റ വാക്കിലാണ്, ആദ്യം നിങ്ങൾ നല്ലൊരു മനുഷ്യനാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ ആൾക്കാരെ ചേർത്ത് പിടിക്കണം. നമ്മൾക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ താഴെ ഓരോ അസോസിയേറ്റ്സ് വരുന്നത് നമ്മുടെ ആർസിഎം ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരെ നമ്മൾ ചേർത്ത് നിർത്തി അവരെ ഓരോരുത്തരെ ശരിയായ രീതിയിൽ വേണം അവരുടെ ഓരോ ലെവലുകൾ കയറാൻ. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു സിസ്റ്റം ഉണ്ടല്ലേ. നമുക്ക് പ്രോഡക്റ്റുകൾ വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ടീമിനെ ബിൽഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ ലെവലുകൾ, ഇപ്പോൾ നമുക്ക് 1ാമത്തെ ലെവൽ മുതൽ 21ാമത്തെ ലെവൽ വരെയാണ്. അപ്പോൾ ഓരോ ലെവലും കയറണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ട് തന്നെ കയറുക. നമുക്കറിയാം, അത് ഞാൻ എങ്ങനെയാ പറയുക, നമ്മളിങ്ങനെ കുറേ പേരൊക്കെ അല്ലെങ്കിൽ ബില്ല് അടിച്ച് അല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ അടിച്ചു കൂട്ടി അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവിക്കാന്ന് പറയാം, ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ബോണസൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ പോകാതെ നമ്മൾ ആ സിസ്റ്റം അനുസരിച്ച് തന്നെ ഓരോ ലെവലും കയറിയാൽ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും നമ്മുടെ ലെവലും, അല്ലെങ്കിൽ നമ്മുടെ പിന്നും നമ്മുടെ വരുമാനവും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വരുമാനമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഈ ആർസിഎമ്മിലേക്ക് കടന്നു വരുന്ന മാക്സിമം ആൾക്കാരും, അല്ല ഒരു 90% ആൾക്കാരും സാധാരണക്കാരാണ്. ഒരു വരുമാനം ആഗ്രഹിച്ച് തന്നെ വരുന്ന ആൾക്കാർ, എക്സ്ട്രാ ഇൻകം ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതിലൂടെ വിജയിക്കണം, അല്ലെങ്കിൽ ഇതിലൂടെ ഒരു വരുമാനം നേടണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ശരിയായ രീതിയിൽ സിസ്റ്റം പാലിച്ച് തന്നെ വേണം നമ്മൾ ഓരോ ലെവലും അവരെ കയറ്റിക്കൊണ്ട് പോകാൻ. അവർ ഓരോ ലെവൽ കയറുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ലെവലുകളും മാറും. അപ്പം നമ്മുടെ കൂടെ വരുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തുക. നമ്മുടെ അസോസിയേറ്റ് ബയർസിനെ എപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തുക. അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ ഇപ്പം ഞാൻ ഒത്തിരി ഇപ്പോൾ ഇത്രയും വർഷം കൊണ്ട് കാണുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പം
ചിലപ്പോൾ ഉപദേശിച്ചെന്നിരിക്കും, ചിലപ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ നമ്മൾ തിരുത്തി നിൽക്കും. നമ്മുടെ അപ്ലൈൻസിനെ അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ അസോസിയേറ്റ്സിനാണ്. അപ്പം നമ്മൾ തെറ്റായ കാര്യങ്ങൾ അവർ ചെയ്യുമ്പം തിരുത്തി നിന്നിരിക്കും. മനുഷ്യനല്ലേ, അപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ അങ്ങനെ പറയുമ്പോൾ അത് എത്ര വലിയ ലീഡർ ആണെങ്കിലും ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അതിനെ കേട്ട് മനസ്സിലാക്കി ഞാൻ ഇനി ഇത് തിരുത്തി പോകാം സാർ എന്ന് പറയുന്ന ആൾക്കാരെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നല്ല ഓരോരോ ലെവലുകളിലേക്ക് എത്തി വരും. നമുക്കറിയാം നമ്മുടെ ലീഡേഴ്സിനെ എന്താ പറയുക, അപ്ലൈൻസിനെ മാതാപിതാക്കൾ എന്നാ പറയാം അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് വളരുന്ന മക്കൾക്ക് എന്തായിരിക്കും, എന്നും ഉയർച്ചയായിരിക്കും അല്ലെ, എപ്പോഴും നന്മയായിരിക്കും. കാരണം മാതാപിതാക്കളെ അനുസരിച്ച് അത് നമുക്ക് ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലായിടത്തും പഠിപ്പിക്കുന്ന കാര്യമാണ് അല്ലെ. ഈ ലോകത്ത് അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് മാതാപിതാക്കളെ അനുസരിച്ച് മുന്നോട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. കുഞ്ഞായിരിക്കും പോലെ നമ്മൾ കേട്ട് വരുന്ന കാര്യം നമ്മളത് പാലിച്ചു വരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ശ്രദ്ധിച്ചറിയാം. അതേപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ അപ്ലൈൻസ് തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് തിരുത്തി തരുമ്പം അതിനെ അംഗീകരിക്കുക. അത് തെറ്റ് തിരുത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നാണ് പറയുക അല്ലെ. തെറ്റ് തിരുത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. അപ്പൊ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് 100% ശരിയാണ് എന്ന് പറയുന്നതിലും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നാൽ നമുക്കത് മനസ്സിലായാൽ നമ്മളത് തിരുത്തി മുന്നോട്ടേക്ക് പോവാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ അസോസിയേഷനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക, അവർക്കും വളർച്ചയുണ്ടാവും. നമ്മുടെ ടീമില് പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകൾ കടന്നു വരുമ്പോൾ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾക്കറിയാം, ഒരു വീട്ടമ്മമാരാണ് മാക്സിമം കടന്നു വരുന്നത്. അവരെ സംബന്ധിച്ച് ഒത്തിരി പുരുഷന്മാർ ഇറങ്ങി പുറപ്പെട്ടു പോകുന്ന പോലെ അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ സ്ത്രീകളുടെ പരിമിതികൾ മനസ്സിലാക്കി വേണം നമ്മൾ ലീഡേഴ്സ് എപ്പോഴും, അല്ലെങ്കിൽ അപ്ലൈൻ ലീഡർ എപ്പോഴും അവരോട് ഇടപെടാനും അവർക്ക് മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാനും. അപ്പം അത് അവരെ സംബന്ധിച്ച് അത് സന്തോഷമുള്ള കാര്യമായിരിക്കും. പിന്നെ കാരണങ്ങൾ മനസ്സിലാക്കി അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുക. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് RCMലെ ഏറ്റവും നന്നായിട്ട് ഇപ്പം എൻ്റെ ടീമിൽ തന്നെ ടെക്നിക്കൽ അച്ചീവേഴ്സ് ജോളി മേഡം ഉണ്ട്, പേളാണ്, ബിന്ദു മനോജ്, സ്റ്റാർ പേള്. ഇവരൊക്കെ RCMലേക്ക് കടന്നു വന്ന സമയത്ത് കുറേ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ഇവിടേക്ക് വന്നത്. അപ്പം സ്ത്രീകളായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ പേര് എൻ്റെ ടീമിലുണ്ട്. രണ്ട് സൈഡിൽ നോക്കിയാൽ കുറേ സ്ത്രീകളുണ്ട്. ഇവരൊക്കെ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. കുറേ ലേഡി ലീഡേഴ്സ് വരുമാനം മേടിക്കുന്നവരുണ്ട്. അത് മേടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാറുണ്ട്. ഇപ്പം എനിക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു എൻ്റെ അക്കൗണ്ടിൽ വരുമാനം വരുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം, ഞാനൊരു ടെക്നിക്കൽ അച്ചീവർ ഒന്നുമല്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്ന് എനിക്കറിയാം. അപ്പം ഒരു ടെക്നിക്കൽ അച്ചീവർ ഒക്കെ ആയി കഴിയുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കൂടെ വരുന്ന സ്ത്രീകളെ കൂടെ വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അവർക്കും ആ ഒരു സന്തോഷം കിട്ടുന്നതിന് ഇടയാവും. അപ്പം നമുക്ക് വിജയിക്കാനുള്ള മാർഗങ്ങളുടെ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമുക്ക് ആദ്യം തന്നെ പറഞ്ഞ് നമ്മൾ ഒരു ഗോള് വേണം. അപ്പോൾ ആ ഗോള് നമ്മൾ സെറ്റ് എ ക്ലിയർ ഗോൾ. ആ RCMലൂടെ എന്താണ് എനിക്ക് നേടേണ്ടതെന്ന് നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇമോഷണൽ ഗോളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിലേക്ക് എത്താനായിട്ട് ഭയങ്കര നമുക്കത് നേടിയെടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പം നമ്മുടെ മനസ്സിലെ ആഗ്രഹം അത്രത്തോളം ഉണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോയാൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. രണ്ടാമത് ക്രിയേറ്റ് എ സ്മാർട്ട് പ്ലാൻ. അപ്പം നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണം. ഞാൻ എപ്പോഴും എൻ്റെ ടീമിലുള്ള ആൾക്കാരോട് പറയുന്ന ഒരു കാര്യം, ഒരു പ്ലാൻ വേണം. കാരണം പ്ലാൻ ഇല്ലാതെ ഒരിക്കലും, ഞങ്ങൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 25,000 രൂപ RCMൽ നേടുക എന്നുള്ളതായിരുന്നു. അത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഷോപ്പ് നടത്തുന്ന ആൾക്ക് അത്രയും വരുമാനം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വരുമാനം നേടുക എന്നുള്ളതാണ് അന്നത്തെ നമ്മുടെ ഒരു ഗോൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വരുമാനമില്ല, ചെറിയൊരു തുക പെൻഷൻ മാത്രമേ ഉള്ളൂ. ആ കാലത്ത് 25,000 രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു തുക, ഇന്നതൊന്നുമല്ല, പക്ഷെ അന്നത്തെ കാലത്ത് അത് വലിയൊരു തുകയായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ പ്ലാൻ, നല്ലൊരു സ്മാർട്ടായുള്ളൊരു പ്ലാൻ തയ്യാറാക്കുക. അപ്പോൾ ആ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിൻ്റെ സഹായം വേണം, നമ്മളെ കെയർ ചെയ്യുന്ന. അപ്പം TCG എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്ലൈൻ ലീഡർ എപ്പോഴും കെയർ ചെയ്യുന്ന ആളായിരിക്കും അല്ലേ. ആ നമ്മളെ കെയർ ചെയ്യുന്ന അപ്ലൈൻ്റെ അടുത്ത് പോയി ഇരുന്ന് ഒരു കൗൺസിലിംഗ് നമ്മൾ നടത്തണം. കൗൺസിലിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട് RCMൽ. ഞാൻ തുടക്കകാലം മുതൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് തന്നിട്ടുള്ളത് മൂർത്തി സാർ, അഖിലാമേഡാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ഇവിടുന്ന് തൃശ്ശൂർ പോയിട്ടുണ്ട്. അവിടെ ചെന്ന ഉടനെ ബുക്കും പേനായും അല്ലെങ്കിൽ ഡയറിയും പേനായും എടുത്തു വെച്ച് ഇരിക്കും എഴുതുക. അത് ഞങ്ങൾ മാത്രമല്ല, സീനിയർ ലീഡേഴ്സിനൊക്കെ അറിയാം. അങ്ങനെ ഈ നിഷമേഡത്തിനൊക്കെ ഓർമ്മയുണ്ടാവും. അവരൊക്കെ പോയി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൗൺസിലിംഗ്. അപ്പം കൗൺസിലിംഗ് മസ്റ്റാണ്. അപ്പം നമ്മൾ ആ ഒരു
പ്ലാൻ നമ്മൾക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കെയറിങ് ആയിട്ടുള്ള അപ്ലൈൻ്റെ അടുത്ത് പോയി ഒരു ബുക്കും പേനായി ആയിട്ട് ഇരുന്ന് നമ്മൾ കൗൺസിലിംഗ് നടത്തി വിജയിക്കാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ നമ്മൾ എഴുതിയെടുത്ത് നമ്മളത് പിന്നീട് സ്വയം നമ്മൾ നമ്മുടെ ടീമിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട്, പിന്നെ അവരുടെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മുടെ കെയറിങ് ആയിട്ടുള്ള അപ്ലൈൻ ലീഡറിന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുക. പിന്നെ വർക്ക് വിത്ത് ഡിസിപ്ലിൻ. അപ്പം നമ്മൾ എന്താ പറയുക, ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം തുടർച്ചയായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങൾ, ഇപ്പം ഒരു 17 വർഷത്തോളമായി RCMനെ അറിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വർഷം, ഇത്രയും വർഷം കഠിനാധ്വാനം എനിക്കെപ്പോഴും ഞാനിപ്പോഴും സാറിൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ പി വിയും കഠിനാധ്വാനം ചെയ്ത് നേടിയതാണ്. അത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. കാരണം ഞാനത് പറയുന്നത് ഉറപ്പിച്ച് പറയുന്നതിൻ്റെ കാര്യം ആ കഷ്ടപ്പാട് അനുഭവിച്ച് അറിഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അന്നും അതെ ഇന്നും അതെ, അതിനെ എനിക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. അപ്പം നമ്മൾ കഠിനാധ്വാനം ചെയ്തേ പറ്റുള്ളൂ. അത് തുടർച്ചയായി ഇന്ന് നമ്മൾ ചെയ്ത് കുറച്ച്, നാളെ കുറച്ച് ചെയ്ത്, മറ്റന്നാൾ കുറച്ച് ചെയ്ത്, അങ്ങനെയല്ല. നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം. തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ തുടർച്ചയായിട്ട് കഠിനാധ്വാനം ചെയ്യുക. നമ്മൾ ഒരു ലക്ഷ്യം നമ്മൾ എന്താ പറയുക ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ, നമുക്കൊരു കാര്യം നേടണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആഗ്രഹം നേടുന്നതിന് വേണ്ടി നമ്മൾ തുടർച്ചയായിട്ട് കഠിനാധ്വാനം ചെയ്യുക. കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ആ ലെവലിലേക്ക് എത്തും. പിന്നത്തെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ്. അപ്പം നമ്മുടെ ഫോക്കസ് എന്ന് പറയുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളൊക്കെ നമ്മൾ കട്ടൗട്ട് ചെയ്യണം. കട്ടൗട്ട് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം നമ്മൾ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോയാലേ, ഇന്നലെ കൂടി ബാബു സാർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തോ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു, ഞാനാണെങ്കിൽ മക്കളുടെ സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിന് പോയിട്ടേ ഇല്ല സാറ്. സത്യമാണ്, ഞാനാണ് പോയിട്ടുള്ളത്. കാരണം സാറിന് ആ സമയങ്ങളൊക്കെ തിരക്കായിരിക്കും. അപ്പം ഒരു ദിവസം ആ പേരൻസ് മീറ്റിംഗ് വരുന്ന ദിവസം ഞാൻ പോകാതിരുന്നിട്ട് ഞാൻ അതിനു വേണ്ടി പോകും. അപ്പോൾ ഇവിടുന്ന് പുതുപ്പള്ളിയിൽ നിന്ന് ഇവരുടെ സ്കൂൾ വരെ ബസ് സൗകര്യം കുറവാണ്. അപ്പോൾ അന്നത്തെ സമയത്ത് ഓട്ടോയൊന്നും പിടിച്ച് പോകാനുള്ള സാമ്പത്തികം ഒന്നുമില്ല, നല്ല ദൂരമുണ്ട്. അപ്പോൾ ബസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ നടന്ന് ഞാൻ ഇവിടുന്ന് റബ്ബർ ബോർഡ് വരെ, ഇവിടെ ഈ ഏരിയയിലുള്ളവർക്ക് ദൂരം മനസ്സിലാവും. അങ്ങനെ ഞാൻ പേരൻസ് മീറ്റിങ്ങിന് പോയ കാലമുണ്ട്. അപ്പോൾ സ്കൂളിലും കോളേജിൽ പോലും ചിലപ്പോൾ മക്കളുടെ കൂടെ 2 വീലറിൽ പോയിട്ടാണ് ഞാൻ പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ തടസ്സങ്ങളൊന്നും അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട്, തടസ്സങ്ങൾ വേറെ വരും. ഇത് ഞാനൊരു ഇന്നലെ സാർ ഇങ്ങനെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഒരുപാട് തടസ്സങ്ങൾ വരും. പക്ഷെ അതിനൊക്കെ നമ്മൾ മാറ്റി നമ്മുടെ ആ പ്രവൃത്തിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് RCMൽ നല്ലൊരു വിജയം ഉണ്ടാവും. അപ്പോൾ 4ാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഫോക്കസ്. 5ാമത്തെ പോയിന്റ് കീപ് ലേണിംഗ് ഫോർ അൺഎൻഡിങ് ഗ്രോത്ത്. അപ്പം നമുക്ക് ഒരിക്കലും അവസാനിക്കാത്ത വളർച്ചയാണ് RCMൽ നമുക്ക് വേണ്ടത്, അല്ലേ? നമുക്ക് ഇപ്പം നമ്മൾ ടെക്നിക്കൽ അച്ചീവറായി, പിന്നെ നമുക്കൊന്നും വേണ്ടേ, മുന്നോട്ട് വേണ്ടേ? അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്? RCMൽ വരുന്ന ഓരോരുത്തരുടെ ലക്ഷ്യം എന്താണ്? ഡയമണ്ട് ആകുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അത് ഡയമണ്ട് ആകാനായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാര് വീട്ടമ്മമാരാണ് വരുന്നത്. അപ്പോൾ പണ്ട് തന്നെ പഠിക്കാൻ പറയുമ്പോൾ മടിയുള്ള ആൾക്കാരെ, ഞാനൊക്കെ ആ ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇപ്പോഴും പഠിക്കാൻ പറയല്ലേ, ഈ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് പഠിക്കാൻ പറയാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് മടിയാണ്. പക്ഷേ RCMൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ പഠിച്ചേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് പഠനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം ഓരോ പ്രോഡക്റ്റുകളെ കുറിച്ചും, സിസ്റ്റവും കമ്പനിയെക്കുറിച്ചും, നമ്മുടെ ലീഡേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ പക്ഷേ നമ്മുടെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒരു പേസ്റ്റ്, നമ്മുടെ കാവ്യ റെഡ് കളർ പേസ്റ്റ് സെയിലിന് കൊണ്ടുവന്നപ്പം അതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് കൊണ്ടുവന്ന ആൾക്കറിയില്ല. ആളത് നോക്കിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലുള്ള കളർ റെഡ് ആണോ വൈറ്റ് ആണോ എന്ന് ആൾക്കറിയില്ല. പുറമേ റെഡാണ്, ഉള്ളിൽ റെഡ് ആണെന്നുള്ളത് അറിയില്ല. അതാണ് പറഞ്ഞത്, ഓരോ പ്രോഡക്റ്റും നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിനെല്ലാം നമ്മൾ പഠിക്കുക എന്ന ഒറ്റ വാക്കാണ് പറയുക. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് ഫെയിലർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും എന്താ പറയുന്നത്, സക്സസിന്റെ ഓപ്പോസിറ്റ് എന്നാണ് നമ്മൾ ഫെയിലറിനെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. എന്നാൽ പരാജയം എന്നത് സക്സസിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള കുറേ നേതാക്കന്മാരെ, അല്ലെങ്കിൽ
കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആൾക്കാരെയൊക്കെ നോക്കിയാൽ എത്രയോ തവണ പരാജയപ്പെട്ടതിന് ശേഷമായിരിക്കും അവരൊരു വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നോക്കി നമുക്ക് എത്ര പേരെ കാണാൻ പറ്റും. നമുക്കിപ്പം വീഗാർഡിന്റെ അല്ലേ, നമുക്കറിയാം കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ പറയുന്നത് മോട്ടർ ഉണ്ടാക്കിയതും അത് ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ടുപോയി അല്ലെങ്കിൽ 3-4 ഒരു കടയിൽ കൊണ്ട് വെച്ചതും അത് വിൽക്കാതെ ഇരുന്നതും പിന്നീട് അപ്പോൾ അവരുടെയൊക്കെ ജീവചരിത്രം. പിന്നെ നമ്മൾ ബൾബ് കണ്ടുപിടിച്ച എന്താ പറയുക തോമസ് ആൽവ എഡിസൺ എത്രയാ 10,000-ഓളം ബൾബ് കണ്ടുപിടിച്ചിട്ടാണ് അവസാനം ഒരു ബൾബ് അദ്ദേഹം ശരിയാക്കി എടുത്തത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരാജയമൊക്കെ വന്ന സമയത്ത് ഇവരൊക്കെ പിന്തിരിഞ്ഞു പോരുന്നെങ്കിൽ നമുക്കിപ്പോൾ ബൾബ് ഉണ്ടാവുമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞാലാണ്. RCMൽ വരുമ്പോഴും തുടക്കത്തിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും, പരാജയങ്ങൾ ഇഷ്ടം പോലെ വരും. ഞങ്ങളൊക്കെ വന്ന സമയത്ത് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും ഇവിടെ പറഞ്ഞാൽ തീരൂല, അത്രയ്ക്ക് സമയം നമുക്ക് വേണ്ടി വരും. എൻ്റെ സമയം കഴിഞ്ഞു പോയി. അപ്പം ഏകദേശം 8:15 അതിൽ കൂടുതൽ മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ഓക്കെ. അപ്പം ഓക്കെ പോയിന്റ്സുകൾ വരുന്നതായിരുന്നു. അപ്പൊ ഞാനൊരു 5 പോയിന്റ് പറഞ്ഞു, നിങ്ങൾ എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. സെറ്റ് എ ക്ലിയർ ഗോൾ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ക്രിയേറ്റ് എ സ്മാർട്ട് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പ്രത്യേകം പറഞ്ഞു. നമ്മുടെ കെയറിംഗ് ലീഡറിന്റെ അടുത്ത് പോയി കൗൺസിലിംഗ് ചെയ്ത് വേണം നമ്മൾ പ്ലാൻ തയ്യാറാക്കാൻ. കൗൺസിലിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. മൂന്നാമത്തേത് വർക്ക് വിത്ത് ഡിസിപ്ലിൻ എന്തായാലും നമുക്കറിയാം. RCMൽ നമ്മുടെ ലീഡേഴ്സൊക്കെ സീനിയർ ലീഡേഴ്സ് എല്ലാം പട്ടാളക്കാരാണല്ലേ, അവർക്കൊരു പ്രത്യേക ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ അത് അവരുടെ ആ പട്ടാളത്തിൽ നിന്ന് കിട്ടിയ ഒരു ശീലമാണ് അവർക്കത്. അത് നമ്മൾക്ക് RCMലൂടെ നമ്മുടെ കൂടെ വന്നവർക്ക് അത് പകർന്നു തന്നിട്ടുണ്ട്. അപ്പം നമ്മളും ആ ഒരു ഡിസിപ്ലിൻ പാലിക്കണം. നാലാമത്തേത് ഫോക്കസ്, കട്ടൗട്ട് ഡിസ്ട്രാക്ഷൻസ്, അതായത് തടസ്സങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. അഞ്ചാമത്തേത് കീപ് ലേണിംഗ് ഫോർ അൺഎൻഡിങ് ഗ്രോത്ത്. അപ്പം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവസാനിക്കാത്ത വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ RCMൽ വരുമ്പം നമ്മൾ എന്താ പറയുക, ഇങ്ങോട്ട് പോന്നാൽ മതി, ഇവിടെ നമുക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും, അല്ലെ എൻ്റെ കൂടെ നിന്നാൽ മതി, ഞാൻ വളർത്തിക്കൊള്ളാം, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്, നമ്മുടെ സ്വന്തം ബിസിനസ്സാണ് അല്ലേ. RCM നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. അപ്പം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ബിസിനസ്സായിട്ട് തന്നെ ചെയ്യണം. അതിന് നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ടീമിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ വേണം. നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാട് വരും. ഞാൻ ഈ ഒരു 17 വർഷം കൊണ്ട് കണ്ടിട്ടുള്ളതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളാണ് കണ്ടുള്ളത്. ആ പ്രശ്നങ്ങളിടയിലുമാണ് നമ്മൾ RCMനെ വളർന്ന് സ്റ്റാർ എമറാൾഡ് അല്ലെങ്കിൽ റൈസിംഗ് കോർണർ എന്നൊരു പദവിയിലേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുമല്ല, നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് തന്നെ പോകണം. നമ്മുടെ ലക്ഷ്യം ഡയമണ്ട് ആകുക എന്നുള്ളതാണ്. അത് എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് തന്നെ പോകും. ആ കാര്യത്തിൽ എന്നെക്കാട്ടിലും കട്ടയ്ക്ക് നിൽക്കുന്നത് ബാബു സാറാണ്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. ആ കൂടെ ഇപ്പം ദിവസം ജിഷ മേഡം പറഞ്ഞ നമ്മൾ തുടർച്ചയായിട്ട് എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ വീട്ടിലിരുന്ന ദിവസം ഇന്ന് മകൻ വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീട്ടിൽ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ സാറിൻ്റെ കൂടെ പോകേണ്ടതാണ്. ഒരു ദിവസം പോലും വീട്ടിൽ ഇരിക്കുന്നില്ല. എല്ലാ ദിവസവും RCMന് വേണ്ടി ഇറങ്ങും, നമ്മുടെ ടീം മെമ്പേഴ്സിന് വേണ്ട സപ്പോർട്ട് കൊടുക്കും. ഇപ്പം ആശ മേഡം പറഞ്ഞ പോലെ ഒരാളെ പോലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. RCM ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കരുതുന്ന എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് RCMലൂടെ നമുക്ക് നന്മ ചെയ്യാനായിട്ട് വലിയൊരു ഓപ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. കുറേ പ്രശ്നങ്ങൾ എപ്പോഴും അതെന്താ പറയുക, ഏതെങ്കിലുമൊക്കെ തരത്തിൽ വരും. അതിപ്പോൾ എന്തൊക്കെയാണെന്ന് എടുത്ത് പറയണില്ല, പക്ഷെ അതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരിക്കും. അപ്പം നമുക്കൊരാൾ ഒരു നന്മ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് മറന്നു കളയരുത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെ എന്തെങ്കിലും ആയിക്കോട്ടെ, ചെറിയൊരു നന്മ നമ്മൾ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴേ മറന്നേക്കുക. നമ്മളത് പിന്നെ ഓർക്കുകയേ വേണ്ട, കാരണം അതിൻ്റെ ആവശ്യമില്ല, ഓർക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ നമുക്കൊരാൾ ഒരു നന്മ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ മരണം വരെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊരാൾ ചെയ്തു തന്ന നന്മ കൊണ്ടാണ്. ഇപ്പം മൂർത്തി സാറ് ഞങ്ങളെ RCMലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു, ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. ഇന്നലെ എൻ്റെ ഒരു കസിൻ്റെ
മോള് ഒരു മെസ്സേജ് അയച്ചു ചോദിച്ചു, ആൻറ്റി മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുമോ, അല്ലെങ്കിൽ ആൻറ്റി ക്ലാസ് എടുക്കുമോ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ. കാരണം ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ചോദിച്ചതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമുള്ള കഴിവ് എനിക്കുള്ള ഒരാളേ അല്ലായിരുന്നു. ഞാൻ RCMA വന്നതിന് ശേഷം മൂർത്തി സാറിൻ്റെ അഖില മേഡത്തിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി അവരൊക്കെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഇങ്ങനെയാണ് സംസാരിച്ച് പണ്ടൊക്കെ മൈക്ക് കൈ കിട്ടിയാലേ ഇറങ്ങി സ്റ്റേജിൽ നിന്ന് പേര് പറഞ്ഞിട്ട് ഓടിയ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ആട്ട തന്നാൽ വേണേ റോഡ് സൈഡിൽ പോയി വിൽക്കാനുള്ള ധൈര്യം ഇന്നുണ്ട്. അന്ന് സെയിലിന് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, മടിയായിരുന്നു, നാണക്കേടായിരുന്നു, ഏറ്റവും കൂടുതൽ നാണക്കേടായിരുന്നു. പക്ഷെ ഇന്ന് ആട്ടയോ എണ്ണയോ തേയിലപ്പൊടിയോ ഇപ്പം കവലയിലോട്ട് ഇറങ്ങി അല്ലെങ്കിൽ നമുക്കിപ്പോൾ റോഡിലോട്ട് ഇറങ്ങി വിൽക്കാൻ പറഞ്ഞാൽ ഇന്ന് അതൊരു നാണക്കേടും മാനക്കേടും ഒന്നുമല്ല. ഇന്ന് നമ്മുടെ ചോറാണ്, നമ്മുടെ ജോലിയാണ്. ഇന്ന് ആ ഒരു മടിയില്ല, ആ ഒരു നാണക്കേടെന്ന് പറയുന്ന ആ ഒരു സംഭവമേ ഇന്നില്ല. നമ്മൾക്ക് RCMയിലൂടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മടി പ്രത്യേകിച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു നാണക്കേടും വേണ്ട. എല്ലാവരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ പല്ല് തേക്കുന്നവരാണ്. ബാബുസാർ എല്ലാ മീറ്റിങ്ങിനും ചെല്ലുമ്പം ചോദിക്കും, ഇന്ന് പല്ല് തേക്കാത്തവരുണ്ടെങ്കിൽ കൈവക്കാൻ പറയും. കാരണം ഒരാൾ പോലും നമ്മുടെ ചുറ്റുവട്ടത്ത് പല്ല് തേക്കാത്തവരില്ല, കുളിക്കാത്തവരില്ല, ഭക്ഷണം കഴിക്കാത്തവരില്ല. അപ്പോൾ RCMന്റെ പ്രോഡക്റ്റുകൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് യാതൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന വരുമാനം വേണമെന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന സ്ത്രീകൾ, ഞാൻ ആദ്യം പറഞ്ഞു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആരോഗ്യം വന്നോളും, അതിനെക്കുറിച്ച് നമുക്ക് ടെൻഷനേ വേണ്ട. ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ, ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് TCG നമുക്ക് തരുന്നത്. അപ്പോൾ ആരോഗ്യം വന്നോളും. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ച് വരുമാനമാണ്. ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ നിലത്തും താഴെ എല്ലാം നിൽക്കുന്നത് ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു വരുമാനമാണ് എൻ്റെ ഐഡിയിലൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിനും ബാബുസാറിന് മുന്നിൽ കൈനീട്ടേണ്ട വരുന്നില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് എന്താ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ കാര്യങ്ങളാണ്. അതിനൊക്കെ എപ്പോഴും നമുക്ക് ചോദിക്കാതെ തന്നെ നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുത്ത് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് നമ്മുടെ ATM കാർഡ് വെച്ച് നമ്മൾ ചെയ്യാന്നുള്ളത് അത് കൂടാതെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഹസ്ബൻഡിനെ സഹായിക്കാനും കൂടെ പറ്റിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അഖില മാഡം ഈ ഒരു പോളിസി ഈ ഒരു 2-3 മാസത്തേക്കിന് വിജയിച്ച ടെക്നിക്കൽ അച്ചീവേഴ്സ് ലേഡീസിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നത്. കാരണം റെഡിയായി വന്നിരിക്കുന്ന അല്ലെങ്കിൽ RCMയിലേക്ക് ബിസിനസ്സായിട്ട് ഏറ്റെടുക്കാൻ വന്നിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടി. ഇപ്പം എന്നെ സംബന്ധിച്ച് 17 വർഷം കൊണ്ട് RCMനെ ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് ഇന്ന് പറഞ്ഞത്. RCMയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇത് ഞങ്ങളെ മൂർത്തി സാറ് പഠിപ്പിച്ചു തന്നാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഫോളോ ചെയ്തു. അന്നും ഇന്നും മൂർത്തി സാറ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നമ്മൾക്കും വിജയിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇന്ന് എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും RCMനെ ശരിയായ രീതിയിൽ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റം പാലിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അതിന് യാതൊരു മാറ്റം വരുത്തരുത്. അങ്ങനെ പോയാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉയരങ്ങളെത്തും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് മൂർത്തി സാറും അഖില മേഡത്തിനാണ്. അതുപോലെ ഞങ്ങളുടെ അപ്ലൈൻ റൂബി, ബിൻസാർ ആൻഡ് സിസ്ലി മേഡം, അതുപോലെ ഞങ്ങൾക്ക് 2 എംബ്രോയിഡർമാരുണ്ട് ഞങ്ങളുടെ ടീമിൽ, കോട്ടയത്ത് സുഭാഷ് സാറാൻ, നിഷ മേഡം, വിജയരാജ് സാറാൻ, ഐശ്വര്യ മേഡം, പിന്നെ ടെക്നിക്കൽ അച്ചീവേഴ്സ് കുറേ പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയുന്നില്ല. ജോളി ജോർജ്, ബിന്ദു മനോജ്, വീണ മണിയണ്ണൻ സാറ്, കുറേ പേര്. എല്ലാവരുടെയും പേര് ഇപ്പം പറയാൻ പോയ സമയം പോകും. അതുകൊണ്ട് പേര് പറയാത്തവരാരും പിണങ്ങരുത്. എല്ലാവരും നമ്മുടെ ടീമാണ്, നമ്മുടെ ഫാമിലിയാണ്. നമ്മളൊരു എന്താ പറയുക, മൂർത്തി സാറ് പണ്ട് പറഞ്ഞ ഒരു കാര്യം എപ്പോഴും ഞാൻ ഓർക്കും, ഒരു മാലയിലെ മുത്തുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരു മാല കോർത്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് RCMയിലുള്ള ഓരോ നമ്മുടെ ടീമിലുള്ള എല്ലാവരും. അപ്പം TCGക്ക് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ആരെങ്കിലും എന്തെങ്കിലും RCMന് വേണ്ടി ചെയ്ത് നമ്മുടെ സ്വന്തം ബിസിനസ്സായിട്ട് ഏറ്റെടുത്ത് നമുക്ക് ഇതിലൂടെ ഒരു വരുമാനം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എന്താ പറയുക, എല്ലാ ലേഡീസും ടെക്നിക്കൽ അച്ചീവേഴ്സ് നമ്മുടെ അഖില മേഡത്തിൻ്റെ ആഗ്രഹം പോലെ, ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ, ഇപ്പം ഞങ്ങളുടെയൊക്കെ ടീമിൽ ഒരുപാട് സ്ത്രീകളുണ്ട് വന്നിട്ട് ടെക്നിക്കൽ അച്ചീവർ ആവാൻ ആഗ്രഹിച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എല്ലാവരും വളരട്ടെ. അപ്പം താങ്ക് യു. ഗുഡ് ആസ്യം, ജിയാസ്യം. താങ്ക് യു.